നമസ്കാരം. സഹാരി റേസ് പ്ലസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. മറ്റൊരു ക്ലാസ് അല്ലേ? എല്ലാം റെഗുലേഷൻസ് സംബന്ധിച്ചിട്ടുള്ള ക്ലാസ്സുകളാണ്. അപ്പോൾ റെഗുലേഷൻസ് വരുമ്പോൾ പല റെഗുലേഷൻസ് ആകുമ്പോൾ നമ്മൾ മറ്റൊരു ക്ലാസ് തന്നെ പറയേണ്ടി വരും അല്ലേ? സ്ഥിരം ഡയലോഗ് തന്നെയാണ്. അതും 2017 റെഗുലേഷൻ തന്നെയാണ്. 2017 റെഗുലേഷനുകളുടെ വർഷമായിരുന്നു. ഏറ്റവും പ്രധാനമായി 2011 വരുന്നുണ്ട്. അത് നമ്മൾ മെയിൻ എൻട്രി അല്ലേ? അത് പ്രധാനപ്പെട്ട നായകൻ അടുത്ത റെഗുലേഷൻസിലായിരിക്കും വരുന്നത്. 17 പ്രധാനപ്പെട്ട കുറച്ച് ആൾക്കാർ ഉണ്ട്. ആ റെഗുലേഷനാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അത് ഓർഗാനിക് ഫുഡുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള അതിൻ്റെ റെഗുലേഷനാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം, ഓർഗാനിക് ഫുഡ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് അതിൽ വരുന്നതെന്ന്. ഇത് വരുന്നത് നോക്കൂ, സെക്ഷൻ 92 പ്രകാരം തന്നെയാണ്. നേരത്തെ അതിൽ ഏതൊക്കെ സെക്ഷൻസ് വന്നു നോക്കൂ. ഓർഗാനിക് ഫുഡിനെ സംബന്ധിച്ച് സെക്ഷൻ 92 നമ്മൾ കണ്ടത് കാര്യം. പിന്നെ സബ്സെക്ഷൻ 16 സബ് ക്ലോസ് 2 വരുന്നത്. പിന്നെ സെക്ഷൻ 22 വരുന്ന കാര്യങ്ങളാണ്. 3 സെക്ഷൻസ് ആണ് ഇവിടെ കിടന്ന് കളിക്കുന്നത്. നോക്കും, ഓർഗാനിക് ഫുഡ് റെഗുലേഷൻസിനെ കൊണ്ട് ഫ്രെയിംഡ് പേഴ്സ്വെന്റ് ടു ഏതൊക്കെ സെക്ഷനാണ്? സെക്ഷൻ 92 പവർ ടു മേക്ക് റൂൾ. സെക്ഷൻ 16 കമ്മിറ്റിയുടെ അവരുടെ പവേഴ്സ്, സയന്റിഫിക് കമ്മിറ്റി അവരൊക്കെ ശുപാർശ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ. സെക്ഷൻ 22 വരുന്നത് ഫുഡ് സേഫ്റ്റി, ആ ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ സംബന്ധിച്ച് പറയുന്നത് അല്ലേ? അപ്പോൾ ഇതൊക്കെ ഒന്നുകൂടി റിവിഷൻ കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ഈ സെക്ഷൻസ് ഒക്കെ ഒന്ന് റിവൈസ് ചെയ്യും. അത് നമ്മൾ പക്കയായിട്ട് പോകും. അപ്പോൾ ഇതിൽ നമുക്ക് സെക്ഷൻ 92, സെക്ഷൻ 16 ആൻഡ് സെക്ഷൻ 22 പ്രകാരമുള്ള അതിൽ നിന്നുമാണ് ഈ ഒരു റെഗുലേഷൻസ് രൂപാന്തരപ്പെട്ടത്. ദേ പ്രൊഹിബിറ്റ് എനി പേഴ്സൺ ഫ്രം മാനുഫാക്ചറിങ്, packaging, selling, marketing, distributing or importing organic food unless the requirements of these regulations are complied with. ഓർഗാനിക് ഫുഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഓർഗാനിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ കിട്ടും അല്ലേ? നമ്മൾ ഫെർട്ടിലൈസേഴ്സ് ഒന്നും യൂസ് ചെയ്യാതെ ഓർഗാനിക്കായ മാറ്ററിൽ ചെയ്യുന്നെന്ന് പറയുന്നു. പക്ഷെ എന്നാലും അത് എത്രത്തോളം സക്സസ്ഫുൾ ആണെന്ന് നമുക്കറിയില്ല. പക്ഷെ എന്നാലും സക്സസ്ഫുൾ ആയിട്ട് പോകുന്നതും ഉണ്ട്. അങ്ങനെ ഇരിക്കെ ഇമ്പോർട്ട് ചെയ്യുന്ന ഓർഗാനിക് ഫുഡൊന്നും പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യുകയാണ് എങ്കിൽ ഈ പറയുന്ന റെഗുലേഷൻസിലെ കാര്യങ്ങൾ കംപ്ലൈ ചെയ്യാതെയാണ് വരുന്നതെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും മാനുഫാക്ചറിങ്ങോ പാക്കേജിങ്ങോ സെല്ലിങ്ങോ മാർക്കറ്റിങ്ങോ ഡിസ്ട്രിബ്യൂട്ടിങ്ങോ ഒന്നും ഓഫ് ഇമ്പോർട്ടിങ് ഓർഗാനിക് ഫുഡ് സംബന്ധിച്ചിട്ട് ഒന്നും നടക്കുന്നില്ല. എന്ന് വെച്ചാൽ ഇമ്പോർട്ട് ചെയ്യുന്നതിന് മാത്രമല്ല, ദേ പ്രൊഹിബിറ്റ് എനി പേഴ്സൺ ഫ്രം മാനുഫാക്ചറിങ് ഓർഗാനിക് ഫുഡ് അൺലെസ് ദ റിക്വയർമെന്റ്സ് ഓഫ് ദീസ് റെഗുലേഷൻസ് ആർ കംപ്ലൈഡ് വിത്ത്. ചെയ്താൽ റെഗുലേഷൻ കംപ്ലൈ ചെയ്യുകയാണെങ്കിൽ സമ്മതിക്കുക, അല്ലെങ്കിൽ ദേ പ്രൊഹിബിറ്റ്. അടുത്ത വായിക്കേണ്ടത് ദേ പ്രൊഹിബിറ്റ് എനി പേഴ്സൺ ഫ്രം പാക്കേജിങ് ഇതാണ് organic food unless the requirements of these regulations are complied with. They prohibit any person from selling the organic food unless അങ്ങനെ വായിക്കണം. ഇത് ഓരോന്നായിട്ട് വായിക്കണം. ഇമ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗം മാത്രമല്ല, ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ റെഗുലേഷൻസ് ഫോളോ ചെയ്യണം. റെഗുലേഷൻ 4 ഇതിൽ പ്രധാനമായിട്ട് വരുന്നത്. റിക്വയർസ് ഓർഗാനിക് ഫുഡ് പ്രൊമോട്ടഡ് ഫോർ സെയിൽ ടു കംപ്ലൈ വിത്ത് വൺ ഓഫ് ദ ഫോളോയിങ് സിസ്റ്റംസ്. ഇതിൽ പ്രധാനമായിട്ടും ഓർഗാനിക് ഫുഡ് വിൽക്കുകയോ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന പ്രധാനപ്പെട്ട ഒരു സമഗ്രമായ ഒരു സിസ്റ്റത്തിലേക്ക് ഫോളോ ചെയ്യണം. അതിൽ പ്രധാനമാണ് നാഷണൽ പ്രോഗ്രാം ഫോർ ഓർഗാനിക് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ പാർട്ടിസിപ്പേറ്ററി ഗ്യാരണ്ടി സിസ്റ്റം ഫോർ ഇന്ത്യ, PGS ഇന്ത്യ. ഇപ്പോൾ നാഷണൽ പ്രോഗ്രാം ഫോർ ഓർഗാനിക് പ്രൊഡക്ഷനും NBOPയും പാർട്ടിസിപ്പേറ്ററി ഗ്യാരണ്ടി സിസ്റ്റം ഫോർ ഇന്ത്യ, ഈ പറയുന്ന രീതിയിലുള്ള ഇവരുടെ ഓരോ സിസ്റ്റംസ് ഗൈഡ് ലൈൻസും അനുസരിച്ച് വേണം ഈ കാര്യങ്ങൾ ചെയ്യാനെന്ന് റെഗുലേഷൻ 4 പറയുന്നു. പിന്നെ എനി അതർ സിസ്റ്റം ഓർ സ്റ്റാൻഡേർഡ്സ് ആസ് മേ ബി നോട്ടിഫൈഡ് ബൈ ദ ഫുഡ് അതോറിറ്റി ഫ്രം ടൈം ടു ടൈം. അപ്പോൾ ഓർഗാനിക് ഫുഡുമായിട്ട് ബന്ധപ്പെട്ട് സെയിലും മാനുഫാക്ചറിങ്, പ്രോസസ്സിങ്, പാക്കേജിങ്, ലേബലിംഗ്, ഇമ്പോർട്ടൊക്കെ നടത്തണമെങ്കിൽ ഈ പറയുന്ന കാറ്റഗറി വരുന്ന ഈ സിസ്റ്റം, ഈ പറയുന്ന സിസ്റ്റംസ് പറയുന്ന ഇവരുടെ ഗൈഡ് ലൈൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. അതിലൊന്ന് നാഷണൽ പ്രോഗ്രാം ഫോർ ഓർഗാനിക് പ്രൊഡക്ഷൻ വരുന്നു. പാർട്ടിസിപ്പേറ്ററി ഗ്യാരണ്ടി സിസ്റ്റം ഫോർ ഇന്ത്യ, PGS ഫോർ ഇന്ത്യ വരുന്നു. പിന്നെ എനി അതർ സിസ്റ്റം ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് അത് അതോറിറ്റി നോട്ടിഫൈ ചെയ്യുന്ന എന്തെങ്കിലും വേറെ ഏതെങ്കിലും അതോറിറ്റിയോ സിസ്റ്റംസോ ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതും ഫോളോ ചെയ്യണം. ആൻഡ് റെഗുലേഷൻ 5 എന്ന് പറയുന്നത് പ്രൊവൈഡ്സ് ദ ലേബലിംഗ് സ്റ്റാൻഡേർഡ്സ് ടു ബി ഫോളോഡ് ഓൺ ദി പാക്കേജ് ഓഫ് ഓർഗാനിക് ഫുഡ്. ലേബലിംഗ് ഓർഗാനിക് ഫുഡിൻ്റെ അവിടെ റെഗുലേഷൻ 5 ലേബലിംഗ് സ്റ്റാൻഡേർഡ്സ് നോക്കണം. ഒരു ലേബിൾ ചെയ്യണം, ഓർഗാനിക് ഫുഡ് ആണെന്ന് പറഞ്ഞ് ലേബിൾ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ റെഗുലേഷൻ 4 സിസ്റ്റമിൽ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യണം. NPOP, PGS ഫോർ ഇന്ത്യ ആൻഡ് അതർ അതോറിറ്റി സിസ്റ്റംസ് ദാറ്റ് ഹസ് ബീൻ നോട്ടിഫൈഡ് ബൈ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. രണ്ടാമത് റെഗുലേഷൻ 5 പറയുന്നത് പ്രൊവൈഡ്സ് ദ ലേബലിംഗ് സ്റ്റാൻഡേർഡ്സ് ടു ബി ഫോളോഡ് ഓൺ ദി പാക്കേജ് ഓഫ് ഓർഗാനിക് ഫുഡ് വരുന്നത്. പിന്നെ വരുന്നത് റെഗുലേഷൻ 6 requires traceability to be established up to producer level as applicable under the systems mentioned above. ട്രേസ് ചെയ്യാൻ പറ്റണം. ഈ റെഗുലേഷൻ 6 ട്രേസബിലിറ്റി ടു എസ്റ്റാബ്ലിഷ്ഡ് അപ് ടു ദി പ്രൊഡ്യൂസർ ലെവൽ. ഇത്
നിർമ്മിക്കുന്ന ഓർഗാനിക് ഫുഡ് അത് ചെയ്യുന്നവരുണ്ട്, ആരാണ് ചെയ്യുന്നത്, എന്തൊക്കെ രീതിയിൽ ചെയ്യുന്നു, ഏതൊക്കെ വഴിയിൽ ചെയ്യുന്നു എന്നതിനെ പറ്റി ട്രേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത്രയും പ്രൊഡ്യൂസർ ലെവൽ വരെ അത് ഉണ്ടായിരിക്കണം. ആസ് ദി സിസ്റ്റംസ് മെൻഷൻഡ് അബോ, ആ സിസ്റ്റംസ് പ്രകാരമുള്ള എല്ലാ ഈ ട്രേസബിലിറ്റി ഉണ്ടായിരിക്കണം. All organic food shall comply with other regulations made under the act as referred to in these regulations. മാത്രമല്ല FSSAI ആക്ടിൽ പറയുന്ന കാര്യങ്ങളും കൂടി കംപ്ലൈ ചെയ്യണമെന്ന് വീണ്ടും നിഷ്കർഷിക്കുന്നു. In addition, organic food imports made under bilateral and multilateral agreements on the basis of equivalence of standards between National Program for Organic Production and the organic standards of the respective exporting countries shall not be required to be recertified on import to India subject to their compliance with the provisions of the Act, rules, regulations made under. In addition, പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ പറഞ്ഞ പോലെ ബൈലാറ്ററൽ അഗ്രിമെൻറ്റ്, വേറെ രാജ്യങ്ങളുമായിട്ടുള്ള അല്ലെങ്കിൽ വേറെ രാജ്യങ്ങളും തമ്മിലായിട്ടുള്ള അഗ്രിമെൻറ്റ് സംബന്ധിച്ചിട്ട് അത് NPOP, നാഷണൽ പ്രോഗ്രാം ഫോർ ഓർഗാനിക് പ്രൊഡക്ഷനും വേറെ രാജ്യങ്ങളിലെ ഓർഗാനിക് സ്റ്റാൻഡേർഡ്സ് ഫിക്സ് ചെയ്യുന്ന റെസ്പെക്റ്റീവ് അതോറിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ സംഭവിച്ചുള്ള അഗ്രിമെൻ്റ് ബേസിൽ ഓർഗാനിക് ഫുഡ് ഇമ്പോർട്ട് നടത്തുമ്പോൾ, ഓർഗാനിക് ഫുഡ് ഇറക്കുമതി ചെയ്യുകയാണെങ്കിൽ ഷാൽ നോട്ട് ബി റിക്വയർഡ്, അവർക്ക് എന്താണ്, ഷാൽ നോട്ട് ബി റിക്വയർഡ് ടു ബി റീസർട്ടിഫൈഡ് ഓൺ ഇമ്പോർട്ട് ടു ഇന്ത്യ. അതിൽ ഇമ്പോർട്ട് ചെയ്യാനായിട്ട് റീസബ്മിറ്റ് ചെയ്യേണ്ട, സബ്ജക്റ്റ് ടു അത് ഈ പറയുന്ന നമ്മുടെ FSSAI ആക്ട് പ്രകാരം, ആക്ടിലെ റൂൾസും റെഗുലേഷൻ പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ അവർക്ക് പിന്നെ വേറെ റീസർട്ടിഫിക്കേഷൻ്റെ ആവശ്യം ഇമ്പോർട്ടിൻ്റെ കാര്യത്തിൽ വരുന്നില്ല. കാരണം ഇവിടുത്തെ NPOPയും അതാത് രാജ്യങ്ങളുടെ ഓർഗാനിക് സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്ത സിസ്റ്റമുമായിട്ടുള്ള അഗ്രിമെൻ്റാണ്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് ഓർഗാനിക് ഫുഡ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അതിൽ പിന്നെ റീസർട്ടിഫിക്കേഷൻ്റെ കാര്യം വരുന്നില്ല, പ്രൊവൈഡഡ് ദേ ഷുഡ് ഫോളോ ദ പ്രൊവിഷൻസ് ഓഫ് ദി ആക്ട്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മെയ്ഡ് ഹിയർ അണ്ടർ. ഓക്കെ. പിന്നെ സിക്കിം, ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് വേറൊരു ടേക്ക് അവേ എന്ന് പറയുന്നത്, സിക്കിം ഹാസ് ബീൻ ഡിക്ലെയർഡ് ദി ഇന്ത്യസ് ഫസ്റ്റ് ഫുള്ളി ഓർഗാനിക് സ്റ്റേറ്റ്. ഇതിനിടയിൽ ക്ലാസ് നോട്ട്സ് നോക്കിയപ്പോൾ പ്രധാനമായിട്ട് വന്നത് കറണ്ട് അഫയേഴ്സ് ആണ്, വേണമെങ്കിൽ എടുത്ത് ചോദിക്കാവുന്നേ ഉള്ളൂ. സിക്കിം ഹാസ് ബീൻ ഡിക്ലെയർഡ് ഇന്ത്യസ് ഫസ്റ്റ് ഫുള്ളി ഓർഗാനിക് സ്റ്റേറ്റ് ആയിട്ട് പറയുന്നത്. ആൻഡ് ഓർഗാനിക്, അത് FSSAIയുടെ ഓർഗാനിക് ലോഗോയുണ്ട്, ജൈവിക് ഭാരത് എന്നാണ് അറിയപ്പെടുന്നത്. ജൈവിക് ഭാരത് ലോഗോ, ജൈവം എന്ന് പറയുമ്പോൾ ഓർഗാനിക്, ജൈവം ജൈവിക് ഓർഗാനിക് അങ്ങനെയല്ല, ജൈവിക് എന്ന് പറഞ്ഞാൽ ഓർഗാനിക് എന്നാണ് പറയുന്നത്. ജൈവം നമ്മൾ മലയാളത്തിൽ പറയുന്നതാണ്. അപ്പോൾ ജൈവിക് ഭാരത് ലോഗോയാണ്. അപ്പോൾ FSSAIയുടെ ഒരു ലോഗോയുണ്ട്, അതിൻ്റെ കൂടെ ഓർഗാനിക് ഫുഡിനെ സംബന്ധിച്ച് FSSAI ഒരു ഓർഗാനിക്കിൻ്റെ ഒരു ലോഗോയും കൂടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിതിൽ കാണാൻ സാധിക്കും, ജൈവിക് ഭാരത് ലോഗോ എന്നാണ് പറയുന്നത്. സോ ദ ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ഓർഗാനിക് ഫുഡ് റെഗുലേഷൻ 2017 ഇത് നോട്ടിഫൈ ചെയ്ത ഡേറ്റ് 29/12/2017. ഗസറ്റിൽ നോട്ടിഫൈ ചെയ്യുന്നതിനെ പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം എന്താണെന്നറിയോ, ഇതെന്നാണ് ആക്ട് നിലവിൽ വന്ന കെയിം ഇൻ ടു ഫോഴ്സ് എന്നൊക്കെ നമുക്ക് പറയാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ഇത് എന്താണ്, ഗസറ്റിൽ പബ്ലിഷ് ചെയ്ത് നമുക്ക് ഓതൻറ്റിക് ആയിട്ട് പറയാൻ പറ്റുള്ളൂ. പ്രാബല്യത്തിൽ വരുന്നത് ഇപ്പോൾ നമ്മൾ ആദ്യം 2016 ന്യൂട്രാസ്യൂട്ടിക്കൽസിൻ്റെ ഒരു കാര്യം പഠിച്ചുവല്ലോ, അല്ല ഞാനൊരു ഡേറ്റ് പറഞ്ഞു 23/12/2016 ഗസറ്റിൽ പബ്ലിഷ് ചെയ്തു. അതിൽ പറയുന്നു 2018 ഈ പറയുന്ന ഫുഡ് ബിസിനസ് മാനുഫാക്ചേഴ്സൊക്കെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് അവരുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണം. അത് ഈ പറയുന്ന ന്യൂട്രാസ്യൂട്ടിക്കൽസ് ഒക്കെ കൊണ്ടുവരാൻ പാടുള്ളൂ. ആ സമയത്ത് അപ്പോൾ 2018 ആയ ശേഷവും ഇതിൽ പറയുന്ന പല കാര്യങ്ങളും നടപ്പിലാക്കി എടുക്കാനുള്ള പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടി മനസ്സിലായി. അത് 2021 ഇതിൻ്റെ ഇംപ്ലിമെൻറ്റിംഗ് ഡേറ്റ് ഒക്കെ വർഷമൊക്കെ പോയി തുടങ്ങി. അപ്പം വ്യക്തമായൊരു ഡേറ്റ് ഇല്ല. അപ്പം അതുകൊണ്ട് നമുക്ക് പറയുന്നത് ഗസറ്റിലെ ഡേറ്റ് ആണ്, നമുക്ക് പബ്ലിഷ് ചെയ്യുന്ന ഡേറ്റ് മാത്രമേ നമുക്ക് എടുത്ത് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ. അപ്പോൾ 29/12/2017 ഓർഗാനിക് ഫുഡുമായിട്ട് ബന്ധപ്പെട്ട് വന്നത്. അപ്പോൾ യൂണിഫൈഡ് ലോഗോ ക്രിയേറ്റഡ് ബൈ FSSAI ഈസ് ഐഡൻറ്റിറ്റി മാർക്ക് ടു ഡിസ്റ്റിങ്വിഷ് ഓർഗാനിക് പ്രോഡക്ട്സ് ഫ്രം നോൺ ഓർഗാനിക് വൺസ്. അപ്പം ഈ FSSAIക്ക് എന്തിന് വേറൊരു ലോഗോയും കൂടി കൊണ്ടുവന്നു, നോൺ ഓർഗാനിക് ഫുഡ് ഉണ്ടല്ലോ, അപ്പോൾ അതിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാനായിട്ടാണ് FSSAIയുടെ ലോഗോ. അപ്പുറത്ത് ഓർഗാനിക് ഫുഡിനെ കാണാനായിട്ട് ജൈവിക് ഭാരതിൻ്റെ ലോഗോയും കൂടി വരും. നമുക്ക് അടുത്ത സ്ലൈഡിൽ കാണാം എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ വരും. അപ്പോൾ പ്രൊസീജിയർ ഫോർ ഓർഗാനിക് എൻഡോഴ്സ്മെൻറ്റ് ഇൻ FSSAI. അപ്പോൾ ഇതെങ്ങനെ ലൈസൻസ് രജിസ്റ്റർ ചെയ്യണം എന്ന കാര്യങ്ങൾ പറയുന്നു. അപ്പം ഇത് ഓർഗാനിക് ഫുഡ് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം? സ്റ്റെപ്പ് 1, ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ ഒബ്റ്റെയിൻ FSSAI ലൈസൻസ് ബിഫോർ അപ്ലൈയിങ് ടു ഓർഗാനിക് എൻഡോഴ്സ്മെൻറ്റ്. ഓർഗാനിക് എൻഡോഴ്സ്മെൻറ്റ് കിട്ടുന്നതിന് മുമ്പ് അത് FSSAIയിൽ അപ്ലൈ ചെയ്യണം. പിന്നെ വരുന്നത് കംപ്ലൈ വിത്ത് NPOP, നാഷണൽ ഇത് പറഞ്ഞ ഓർഗാനിക് പ്രോഡക്ട്സിനെ സംബന്ധിച്ചുള്ള സർട്ടിഫിക്കേഷൻ കിട്ടണം ത്രൂ എക്സ്റ്റേണൽ ഓഡിറ്റ് ഏജൻസീസ് അക്രഡിറ്റഡ് ബൈ APയുടെ ഓർ അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് എക്സ്പോർട്ട് ഡെവലപ്മെൻറ്റ് അതോറിറ്റി. ഓർമ്മയുണ്ടല്ലോ, ഒബ്റ്റെയിൻ. അപ്പോൾ എന്താണ്, ആദ്യം
FSSAI ലൈസൻസ് വേണം. സെക്ഷൻ 2931 വരുന്ന ലൈസൻസ് കിട്ടണം. എന്നിട്ടാണ് അത് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. കംപ്ലൈ വിത്ത്, എന്നിട്ട് ഈ NPOP പറയുന്ന ഓർഗാനിക് സർട്ടിഫിക്കേഷന് വേണ്ട കാര്യങ്ങൾ കംപ്ലൈ ചെയ്ത് എക്സ്റ്റേണൽ ഓഡിറ്റ് ഏജൻസി വഴി APED സർട്ടിഫൈ അക്രഡിറ്റ് ചെയ്ത എക്സ്റ്റേണൽ ഓഡിറ്റ് ഏജൻസി വഴി NPOP സർട്ടിഫിക്കേഷൻ ശ്രമിക്കണം. NPOP ഓർഗാനിക് സർട്ടിഫിക്കേഷൻ APED അപ്രൂവ് ചെയ്ത ഏജൻസിയിൽ നിന്ന് ഓർഗാനിക് സർട്ടിഫിക്കേഷൻ ലഭിക്കണം. പിന്നെ വരുന്നത് അങ്ങനെ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. അപ്ലൈ ഓൺലൈനാണ് FSSAI പോർട്ടൽ FSSAI പോർട്ടലുണ്ട്. FSSAI പോർട്ടൽ ഫോർ ഓർഗാനിക് എൻഡോഴ്സ്മെന്റ്. എൻഷുർ ദ പ്രൊഡക്റ്റ് ഷുഡ് ബി മാച്ച്ഡ് വിത്ത് FSSAI ലൈസൻസ് ആൻഡ് NPOP സർട്ടിഫിക്കറ്റ്. അപ്പം ആദ്യം FSSAI ഇപ്പോൾ ആദ്യം ഒരു ഓർഗാനിക് ഫുഡ് വിതരണം ചെയ്യണമെങ്കിൽ ഞാൻ ആദ്യം പോയി എന്ത് ചെയ്യണം, FSSAI ലൈസൻസ് എടുക്കണം. ഫുഡ് ബിസിനസ് നടത്താനായിട്ട് ലൈസൻസ് ഞാൻ എടുക്കും. എന്നിട്ട് ഞാൻ ഓർഗാനിക് ഫുഡിന് വേണ്ടി NPOP സിസ്റ്റത്തിൽ പോവുകയാണ്. അപ്പോൾ അവിടെ അത് എക്സ്റ്റേണൽ ഓഡിറ്റ് ഏജൻസി വഴി വരണമെന്ന് പറയുമ്പോൾ APED അക്രഡിറ്റ് ചെയ്ത് എക്സ്റ്റേണൽ ഓഡിറ്റ് ഏജൻസി വഴി ഞാൻ ആ സർട്ടിഫിക്കേഷൻ വേണ്ടി അപ്ലൈ ചെയ്യുന്നു. ഞാനല്ല പറയുന്ന കാര്യങ്ങളൊക്കെ കംപ്ലൈ ചെയ്യുന്നു മനസ്സിലായാൽ എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നു. അപ്പോൾ ഈ ലൈസൻസും ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റുമായിട്ട് ഞാൻ മൂന്നാമത് വരുന്നത് FSSAIയുടെ സൈറ്റിൽ തന്നെ പോയിട്ട് ഓൺലൈൻ പോർട്ടലുണ്ട്. അവിടെ ഓർഗാനിക് എൻഡോഴ്സ്മെൻ്റ് എന്ന ഓൺലൈൻ അതുണ്ട്, പോർട്ടലുണ്ട്. അവിടെ പോയി ഞാൻ ഈ പറയുന്ന FSSAI ലൈസൻസും പിന്നെ NPOP സർട്ടിഫിക്കറ്റുമായിട്ട് വയ്ക്കുന്നു. ഞാൻ അവിടെ പോയി NPOP സർട്ടിഫിക്കറ്റ് നമ്പർ കൊടുക്കുന്നു. എല്ലാ ഡീറ്റെയിൽസ് പ്രോഡക്റ്റ് APED ബേസ്ഡ് ഓൺ NPOP സർട്ടിഫിക്കറ്റ് നമ്പറൊക്കെ കൊടുക്കുന്നു. പിന്നെ എല്ലാ വെരിഫിക്കേഷൻ ബൈ ലൈസൻസിങ് അതോറിറ്റി, ഇതെല്ലാം ലൈസൻസിങ് അതോറിറ്റി വെരിഫൈ ചെയ്തിട്ട് ദേ വിൽ എൻഡോഴ്സ് യുവർ ഫുഡ് പ്രൊഡക്ട്സ് ഓർഗാനിക് പ്രൊഡക്ട്സ് എല്ലാം കൂടി നോക്കിയിട്ട് ആ ലൈസൻസിങ് അതോറിറ്റി പിന്നെ നിങ്ങളുടെ പ്രോഡക്റ്റ് ഓർഗാനിക് പ്രോഡക്റ്റ് ആണെന്ന് എൻഡോഴ്സ് ചെയ്യും. ചെക്ക് എൻഡോഴ്സ് ചെയ്യുന്നു പറയുന്ന പോലെ ഇതൊക്കെ ഓർഗാനിക് പ്രോഡക്റ്റ് ആണെന്ന് എൻഡോഴ്സ് ചെയ്യുന്നതും ഈ ഒരു രീതിയിലാണ്. ഓക്കെ, സ്റ്റെപ്സ് അങ്ങനെ ചോദിക്കണമെന്നില്ല. ഇതിൽ ആകെ എന്താണ് എടുത്തു പറയാനുള്ളത് കൊണ്ട് ഈ ഒരു കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. അതാണ് ജൈവിക് ഭാരതിൻ്റെ ലോഗോ, ഓർഗാനിക് ഭാരത്, ജൈവിക് ഭാരത് എന്ന് പറയുന്നത്. ജൈവിക് ഭാരത് ഫോർ ഓർഗാനിക് ഫുഡ് ഈസ് എൻ ഐഡന്റിറ്റി മാർക്ക് ഡിസ്റ്റിംഗ്വിഷ് ഓർഗാനിക് പ്രോഡക്ട്സ് ഫ്രം നോൺ ഓർഗാനിക് വൺസ്. വിച്ച് ഈസ് ദ ലോഗോ ഫോർ ഓർഗാനിക് ഫുഡ് ഈസ് എൻ വിച്ച് ഡിസ്റ്റിംഗ്വിഷസ് ഓർഗാനിക് പ്രോഡക്ട്സ് ഫ്രം നോൺ ഓർഗാനിക് വൺ. ജൈവിക് ഭാരത്, ജൈവിക് ഇന്ത്യ, ഭാരത് ജൈവിക് എന്നൊക്കെ തിരിച്ച് വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ ജൈവിക് ഭാരത് എന്ന് ഓർക്കുക. ആൻഡ് ലോഗോ സപ്പോർട്ട് വിത്ത് ദ ടാഗ് ലൈൻ ജൈവിക് ഭാരത്. അറ്റ് ദ ബോട്ടം ഇറ്റ് സിഗ്നിഫൈസ് ഓർഗാനിക് ഫുഡ് ഫ്രം ഇന്ത്യ, അല്ലേ? ജൈവിക് ഭാരത്, ഓർഗാനിക് ഫുഡ് ഫ്രം ഇന്ത്യ. എംപ്ലോയിങ് എ സിമ്പിൾ അപ്രോച്ച് കമ്മ്യൂണിക്കേറ്റ് ദ എഫക്റ്റീവ് മെസ്സേജ്. ദ ഗ്രീൻ കളർ ഓഫ് ലോഗോ, ജൈവിക് ഭാരതിൻ്റെ ഗ്രീൻ കളർ, പച്ച നിറം എന്തിനെയാണ് കാണിക്കുന്നതെന്ന് ചോദ്യം വരുന്നത്. ദ ഗ്രീൻ കളർ ഓഫ് ദ ലോഗോ സിമ്പിളൈസസ് നേച്ചർ, പ്രകൃതി, പച്ച നേച്ചർ തന്നെയാണ്. Along with articulating that these foods are produced in environment friendly manner without using chemical fertilizers or pesticides. ജൈവിക് ഭാരതിൻ്റെ ലോഗോയുണ്ട് എന്ന അർത്ഥം വയ്ക്കുന്നത് ഇത് ഏറ്റവും പരിസ്ഥിതി സൗഹൃദപരമായ ഒരു കൃഷിയിടത്തിൽ നിന്ന് ആ കൃഷി മെത്തേഡിലൂടെയാണ് ചെയ്തത്. അവിടെ രാസവളങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല എന്ന് സർട്ടിഫൈ ചെയ്യുന്ന ഒരു എംബ്ലമുള്ള ഒരു പ്രോഡക്റ്റ് ഇതാണ് എന്താണ് ഓർഗാനിക് പ്രോഡക്റ്റ്സ് ആണ്, ഓർഗാനിക് ഫുഡ് പ്രോഡക്റ്റ് ആണെന്ന് കാണിക്കുന്നതാണ് ഈ ജൈവിക് ഭാരതിൻ്റെ ലോഗോ. പച്ച നിറം പ്രകൃതിയാണ് കാണിക്കുന്നത്. ഓക്കെ, ഹൈലൈറ്റ്സ് ദി ലെറ്റർ O used in the word organic as well as represent the facet of holistic health at the global platform. ഇതിനകത്ത് ലെറ്റർ O ഉണ്ട്, വേണ്ട ഓയ്ക്കൊരു കൊമ്പുണ്ട് എന്നാലും കുഴപ്പമില്ല. അല്ല വേണ്ടേ, O വരുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇതിനകത്ത് O ലെറ്റർ കാണിക്കുന്ന വേർഡ് ഓർഗാനിക്. കണ്ട, അത് വലിയൊരു ഐഡിയ ഡിസൈൻ ചെയ്ത ആരോ പ്രഗത്ഭനായ ഒരാൾ ഡിസൈൻ ചെയ്തതാണ് ഈ ഒരു ലോഗോ. നോക്കും, ഇല ഇങ്ങനെ ഇപ്പുണ്ട്, O ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പം ഓർഗാനിക് എന്ന ഒരു ലെറ്റർ ഓയും കൂടി റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. O ഇൻ ജൈവിക് ഭാരത് O എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ടു ഷോ എ സ്റ്റാർഡി റിലേഷൻ വിത്ത് ദ സെയിം ദ ലീവ്സ്. ഇനി ഇല എന്തിനെ കാണിക്കുന്നു? അത് എന്താണ് ഇല കാണിക്കുന്നത്? കേരള കോൺഗ്രസോ DMK അല്ല. ഇറ്റ് ഷോസ് എ സ്റ്റാർഡി റിലേഷൻഷിപ്പ് വിത്ത് ദ സെയിം. ദ ലീവ്സ് ഹാവ് ഓൾസോ ബീൻ യൂസ്ഡ് ഇൻ ലോഗോ ഫോർ ഫോം ഓഫ് എ ടിക്ക് മാർക്ക് ഇൻകോർപ്പറേറ്റഡ് ഇൻസൈഡ് ദി സർക്കിൾ റെപ്രസെൻറ്റഡ് ബൈ ദി ലെറ്റർ O. ഒരു ടിക്ക് മാർക്ക് പോലെയാണ്. ശരിയാണ്, ഓർഗാനിക് ആണ് എന്നൊരു ടിക്ക് കിട്ടുകയാണ് അല്ലേ? പിന്നെ പച്ച നിറം, പിന്നെ ഒരു O അല്ലേ? വൃത്തികേടാക്കി, ഇല്ല കുഴപ്പമില്ല. അപ്പോൾ എന്താണ്, ഒരു പച്ച നിറം ഇല ഇങ്ങനെ കാണിക്കുന്നത്, അതൊരു ടിക്ക് മാർക്ക് പോലെയാണ് ലീവ്സ് കാണുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ഓർഗാനിക്, ഇറ്റ് സർട്ടിഫൈഡ് ദാറ്റ് ഇറ്റ് ഈസ് ഓർഗാനിക് എന്ന് കാണിക്കുന്നതും O എന്ന് പറഞ്ഞ ഓർഗാനിക്, പച്ച നിറം നേച്ചർ, ആൻഡ് ഓൾസോ റെപ്രസെൻറ്റ് ദാറ്റ് ഇറ്റ്സ് എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അവിടുന്ന് വിത്ത് നോട്ട്
യൂസിങ് എനി കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ഓർ ഇൻസെക്ടിസൈഡ്സ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല എന്ന് പ്രതിപാദിക്കുന്നു. And the logo showcases that the product bearing it has been authenticated as organic for the choice for consumption. ഓർഗാനിക് ആണ്. ഇപ്പോൾ ഓർഗാനിക് ഫുഡ് മാത്രം കഴിക്കുന്ന ആൾക്കാർ, ഓർഗാനിക് തേടി പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത് അങ്ങനെ കഴിക്കുന്നവർക്ക് ഈ ഒരു ലോഗോ നോക്കിയിട്ട് അതനുസരിച്ച് മേടിക്കാനായിട്ട് സാധിക്കുന്ന ജൈവിക് ഭാരതിൻ്റെ ഒരു കാര്യം വന്നത്. ഓക്കെ, പിന്നെ ദി എഫക്റ്റീവ്ലി ഇൻ്റർവൈനിങ് ഓൾ ദ എലമെൻറ്റ്സ് ഓഫ് എൻവയോൺമെൻറ്റ് അല്ലേ. അപ്പോൾ ഇതിനകത്ത് എല്ലാം പ്രകൃതിയുടെ എല്ലാ എൻവയോൺമെൻറ്റ് എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട്, എല്ലാ എലമെൻസും വരുന്നുണ്ട്. ദ ലോഗോ കമ്മ്യൂണിക്കേറ്റ് അഡ്ഹറൻസ് ടു ദി നാഷണൽ ഓർഗാനിക് സ്റ്റാൻഡേർഡ്സ്. നാഷണൽ ഓർഗാനിക് സ്റ്റാൻഡേർഡ്സിനെ അഡ്ഹർ ചെയ്യുന്നു. എവരി സർട്ടിഫൈഡ് ഓർഗാനിക് ഫുഡ് കണ്ടെയ്നർ ഷാൽ ഹാവ് ജൈവിക് ഭാരത്. ഷാൽ ഹാവ്, ഇറ്റ് ഈസ് മാൻഡേറ്ററി ദാറ്റ്, മാൻഡേറ്ററി ആണ്. എവരി സർട്ടിഫൈഡ് ഓർഗാനിക് ഫുഡ് കണ്ടെയ്നർ, സർട്ടിഫൈഡ് ഓർഗാനിക് ഫുഡ് കണ്ടെയ്നർ മസ്റ്റ് ഹാവ്, ഷാൽ ഹാവ് ജൈവിക് ഭാരത് ലോഗോ. ജൈവിക് ഭാരത് ലോഗോ മാൻഡേറ്ററി ആയിട്ടാണ് പറയുന്നത്. സർട്ടിഫൈ ചെയ്ത് കൊടുക്കുന്ന ഓർഗാനിക് ഫുഡ് കണ്ടെയ്നറിന് ഇത് പറയുന്ന ജൈവിക് ഭാരത് ലോഗോ ഉണ്ടായിരിക്കണം. അല്ലാത്ത രീതിയിൽ സെല്ല് ചെയ്യാനോ കൺസ്യൂം ചെയ്യാനോ മാനുഫാക്ചർ ചെയ്യാനോ ഒരു രീതിയിലും സമ്മതിക്കുകയില്ല എന്ന് റെഗുലേഷൻസ് പറയുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.